ബീഹാറിലെ ദയനീയമായ പരാജയത്തിനു ശേഷം രാഹുൽ ഗാന്ധി ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇന്ത്യയിലെയും കേരളത്തിലെ ജനങ്ങൾ വർഷങ്ങളായി തന്നെ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ഇന്ത്യ മുന്നണി അങ്ങ് പിരിച്ചുവിടാൻ പോവുകയാണ്. കാരണം വരും തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കും. തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളും നടത്തണമെന്നാണ് രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ത്യ മുന്നണി പിരിച്ചുവിടണമെന്ന ആവശ്യം, ഇന്ത്യ മുന്നണി ആ ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അതോടൊപ്പം തന്നെ നാം മറ്റൊരു കാര്യം കൂടി കൂട്ടി വായിക്കണം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി പറഞ്ഞത് അന്ന് ഇങ്ങനെയായിരുന്നു: കോൺഗ്രസിനോടൊപ്പം ചേരുന്ന സഖ്യകക്ഷികൾ ദയനീയമായി തന്നെ പരാജയപ്പെടുന്നു. അതിനെക്കുറിച്ച് ഈ സഖ്യകക്ഷികൾക്ക് ധാരണ വേണമെന്ന് നരേന്ദ്രമോദി ആവർത്തിച്ചിരുന്നു. ആവർത്തിക്കുമ്പോൾ അതിൽ വാസ്തവമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. മഹാരാഷ്ട്ര ഘടകകക്ഷികൾക്ക് ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള മഹാരാഷ്ട്രയിലെ അവസ്ഥയോ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രചരണം നടന്നു. അതോടൊപ്പം തന്നെ എന്തോ നേടുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പിന്നീട് ചരിത്രത്തിലെ തന്നെ ദയനീയമായ ഒരു തകർച്ചയിലേക്ക് ആ പാർട്ടി എത്തി. മഹാരാഷ്ട്രയിൽ അതാണ് കണ്ടത്. ശിവസേന തകർന്നു, NCP തകർന്നു. പിന്നീട് നാം ഇവരോടൊപ്പം ഇന്ത്യ മുന്നണിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പാർട്ടിയാണ് AAP-യുടെ അവസ്ഥയോ, ആ പാർട്ടിയുടെ നട്ടെല്ലായിരുന്ന ഡൽഹിയിലൂടെ ആയിരുന്നു ആ പാർട്ടി പഞ്ചാബിലേക്കും ഗോവയിലേക്കും ഗുജറാത്തിലേക്കും ഹരിയാനയിലേക്കുമെല്ലാം പടർന്നു പന്തലിച്ചത്. അവിടെ